മഹാരാജാസിലെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എൻ്റെ പേര് വിപിൻ രാജ് എന്നാണ്. സാമ്പത്തിക ശാസ്ത്രം നിങ്ങൾ 10ാം ക്ലാസ്സിൽ SS എന്ന വിഷയത്തിനകത്ത് കുറച്ച് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ കൂടുതലായി +1, +2 നിങ്ങൾക്ക് പഠിക്കേണ്ടിയുണ്ട്. വളരെ ലളിതമായി ഈ വിഷയം പഠിച്ച് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. അപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ പേപ്പറിൻ്റെ പേര് തന്നെയും സോഷ്യൽ സയൻസ് നിങ്ങൾ ചുരുക്കി SS എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇക്കണോമിക്സ് +1 നിങ്ങൾ പഠിക്കാൻ പോകുന്നു. ഞാൻ ആദ്യം ഇക്കണോമിക്സിൻ്റെ പ്രാധാന്യം ഒന്ന് നിങ്ങൾക്ക് നൽകുകയാണ്. ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഇതൊരു സാമൂഹ്യ ശാസ്ത്രമാണ്, ഒരു സോഷ്യൽ സയൻസാണ്. സമൂഹത്തെ സംബന്ധിക്കുന്ന പഠനം. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും സാമ്പത്തിക ശാസ്ത്രം കടന്നു ചെന്നിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രം ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ജീവിതമില്ല, രാജ്യത്തിൻ്റെ നിലനിൽപ്പില്ല. മറ്റേത് ശാസ്ത്ര വിഷയത്തെ പോലെയും സാമ്പത്തിക ശാസ്ത്രവും പരീക്ഷണശാലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിന്ന്. ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും സാമ്പത്തിക ശാസ്ത്രം കൂടിയേ തീരൂ. സാമ്പത്തിക ശാസ്ത്രമില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു കാലമാണെന്ന്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്നുകൊണ്ട് മാത്രമാണ് ലോകത്തിൽ 1969 ഈ വിഷയത്തിന് നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ 2 പ്രഗത്ഭന്മാർ, അമർത്യ സെന്നും അഭിജിത്ത് ബാനർജി, ഈ 2 പ്രഗത്ഭന്മാർ, മഹാരഥന്മാർ, അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇക്കോണമിസ്റ്റ് എന്നാണ്. ഇക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്ന ഒരാളെ നമ്മൾ ഇക്കോണമിസ്റ്റ് എന്ന് പറയും. ഉച്ചരിക്കുന്ന ശ്രദ്ധിക്കുക, കുറിക്കേണ്ട ഭാഗം കുറിക്കുക. ECONOMIST പലരും അത് അത്രയും പൂർണ്ണമായിട്ട് പറയാറില്ല. ഇക്കോണമിസ്റ്റ്. ഇന്ത്യയിലെ 2 നൊബേൽ സമ്മാന ജേതാക്കളായ അമർത്യ സെന്നും അഭിജിത്ത് ബാനർജിയും ഇക്കോണമിസ്റ്റിൻ്റെ പട്ടികയിൽ മുൻനിരക്കാരാണ്. അതിനു മുമ്പും ഇന്ത്യയിൽ ഇക്കോണമിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഹി വാസ് ആൾസോ ആൻ ഇക്കോണമിസ്റ്റ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അപ്പോൾ സാമ്പത്തിക വിദഗ്ധന്മാരുടെ സംഭാവനകളാണ് ഈ നാട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തേണ്ടുന്നത്. ഇക്കണോമിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം, അവയുടെ ഉത്ഭവത്തെക്കുറിച്ചുകൂടെ നമുക്കല്പം അറിയുന്നത് നല്ലതായിരിക്കും. കൂടുതലായിട്ട് +2 പഠിക്കാം. ഇക്കണോമിക്സ് ഗ്രീക്ക് പദങ്ങളായ ഒയ്ക്കോ ആൻഡ് നോമോസ് അഥവാ ഒയ്ക്കോണോമിയ, ശ്രദ്ധിക്കുക, ഒയ്ക്കോ ആൻഡ് നോമോസ് അഥവാ ഒയ്ക്കോണോമിയിൽ നിന്നാണ് ആവിർഭവിച്ചത്. സോ നോട്ട് ദ പോയിന്റ്. Economics is derived from the 2 words oiko and nomos or oikonomia, meaning household management. Household management. ഗ്രഹം ഭരിക്കുന്നത് എങ്ങനെ, ഗ്രഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, വീടെങ്ങനെ കൈകാര്യം ചെയ്യും. ഞാനും നിങ്ങൾ വെക്കുക, രാവിലെ ഓരോ വീടുകളിൽ നിന്നാണ് ഇവിടെ ക്ലാസ് റൂമിൽ വന്നത്. ഏറെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ
ഈ സമൂഹം നേരിടുന്ന പോലെ നമ്മൾ ഓരോരുത്തരും വീടുകളിൽ നേരിടുകയാണ്. കാരണം വീട്ടിലെ രക്ഷിതാക്കൾ കൊണ്ടുവരുന്ന വരുമാനം വളരെ കുറവാണ്. ആ തുച്ഛമായ വരുമാനം വെച്ചുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ആവശ്യമായ പ്രധാനമായും ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ എല്ലാ സേവനങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കേണ്ടിയുണ്ട്. ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് കണ്ടെത്തേണ്ടുന്നത്. അപ്പോൾ അതൊരു മാനേജ്മെൻറ്റാണ്. വീട്ടമ്മ അല്ലെങ്കിൽ അച്ഛൻ ഈ പൈസ കൈകാര്യം ചെയ്യുന്നൊരു മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ പുരാതന ഗ്രീക്ക് നഗരങ്ങളുടെ മാനേജ്മെൻറ്റിന്, ഭരണത്തിന് അവിടെ പോലീസ് എന്ന് വിശേഷിപ്പിച്ച, പോലീസ് എന്നാണ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിനെ വിളിച്ചിരുന്നത്. ആ കാലത്ത് ഈ ഗ്രീക്ക് നഗരങ്ങളുടെ മാനേജ്മെൻറ്റിന്, ഭരണത്തിന് ഒയ്ക്കോണോമിയ എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ആദ്യമായി പൊളിറ്റിക്കൽ ഇക്കോണമി എന്നൊരു വിഷയം രൂപപ്പെട്ടു. That is, the early stage of development of economics, there was political economy. അക്കാരണത്താൽ തന്നെ നമുക്ക് പറയാം, സാമ്പത്തിക ശാസ്ത്രം പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു. It was a part of politics before 1776. 1776 മുമ്പ് സാമ്പത്തിക ശാസ്ത്രം പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു. It was separated by or extracted by Adam Smith's, നോട്ട് ചെയ്യുക, ആഡം സ്മിത്ത്സ് ഒരു ഇംഗ്ലീഷ് ഇക്കോണമിസ്റ്റ് ആയിരുന്നു. ആഡം സ്മിത്ത് സെപ്പറേറ്റഡ് ഇക്കണോമിക്സ് ഫ്രം പൊളിറ്റിക്സ് the year 1776. In his famous book, he separated this subject from his famous book or his masterpiece. അയാൾ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം, ഉത്തമ കലാസൃഷ്ടി, മാസ്റ്റർ പീസ് എന്നൊക്കെ പറഞ്ഞാൽ ഉത്തമ കലാസൃഷ്ടി. ആ ഗ്രന്ഥം 1776 പ്രസിദ്ധീകരിച്ചതോടുകൂടി ഈ ലോകത്ത് ആദ്യമായി ഇക്കണോമിക്സ് എന്നൊരു വിഷയം ഉടലെടുത്തു, സെപ്പറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഉണ്ടായി. ആ ഗ്രന്ഥത്തിൻ്റെ പേരുകൂടെ ഒന്ന് തൽക്കാലം ഓർക്കുക. കൂടുതലായി കൃത്യമായും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ് സെക്കൻഡ് ഇയറിൽ. ഇക്കണോമിക്സിൻ്റെ ആമുഖം പറയുന്ന കൂട്ടത്തിൽ സാറ് തന്നു എന്ന് മാത്രം ഇപ്പം കുറിച്ചാൽ ഒരു മാർക്ക് അടുത്ത വർഷം ഉറപ്പാണ്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്, നോട്ട് ദ നെയിം ഓഫ് ദ ബുക്ക്. ഇൻ ഷോർട്ട് ഫോം, ചുരുക്കി നിങ്ങൾ പറഞ്ഞാൽ മതി, വെൽത്ത് ഓഫ് നേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് നൽകാനുള്ളത്. കൂടുതലായി സെക്കൻഡ് ഇയറിൽ പഠിക്കാം. നമുക്ക് ഈ വർഷം +1 ഇക്കണോമിക്സ്, നമ്മൾ പേപ്പറിൻ്റെ പേര് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് എന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്നുമായി ആണ് അറിയപ്പെടുന്നത്. അപ്പോൾ +1 ഇക്കണോമിക്സ് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കൊമേഴ്സുകാരനും ഹ്യൂമാനിറ്റീസുകാരനും പഠിക്കേണ്ടുന്ന പ്രധാന വിഷയം. +1 ഇക്കണോമിക്സിൽ അതിന് നമുക്ക് 2 പാർട്ടായിട്ട് തിരിക്കാം. ഞാൻ ഒരുമിച്ച് പേപ്പറിൻ്റെ പേര് പറഞ്ഞുവെങ്കിലും അതിന് 2 പാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഒന്നാമത്തെ പാർട്ട് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് എന്നും കുറിച്ചെടുക്കുക. രണ്ടാമത്തെ പാർട്ട്
സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്നാണ്. ഇവിടെയും ഒരു പ്രയാസമുള്ള വാക്ക് കടന്നു വന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് പഠിച്ചു, മീൻ മീഡിയനൊക്കെ നിങ്ങൾ പഠിച്ചതാ. മലയാളം പറയുകയാണെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക വികസനവും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള സ്ഥിതിവിവര ശാസ്ത്രവും, ശ്രദ്ധിക്കുക ഉച്ചരിക്കാനും സ്പെല്ലിങ്ങും, സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര ശാസ്ത്രം. അപ്പോൾ +1 ഇക്കണോമിക്സ് ഈ 2 പാർട്ടുകളാണ് എന്ന് കൂട്ടി അറിയണം. ഒന്നാമത്തെ പാർട്ടിൽ ചെറിയ ചാപ്റ്ററുകളായിട്ട്, ചെറിയ അധ്യായങ്ങളായിട്ട്, ഭാഗങ്ങളായി 10 ചാപ്റ്ററും, രണ്ടാമത്തെ പാർട്ടിൽ 9 അധ്യായങ്ങളും. എണ്ണം കേട്ട് വിഷമിക്കേണ്ട, വളരെ ചെറിയ ഭാഗങ്ങളാണ് ഓരോ അധ്യായങ്ങളും. ആദ്യത്തെ പാർട്ട് ആണ് ഞാനിന്ന് പഠിപ്പിക്കാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ അധ്യായം ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്തുള്ള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നത്. In this chapter, we discuss about the features of Indian economy and its development. ഈ അധ്യായത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ പൊതു സ്വഭാവം, സമ്പദ് വ്യവസ്ഥയുടെ വികസനം ആണ് പഠിക്കേണ്ടുന്നത്. അത് പഠിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അറിയണം. അതിലേക്ക് കടക്കാം. ഏതാ? ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇന്ത്യൻ സാമ്പത്തിക വികസനം. ശ്രദ്ധിക്കുക, അവർ കൺട്രി വാസ് ആൻ ഇൻഡസ്ട്രിയൽ ഇക്കോണമി. അനേകം നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം. അവർ കൺട്രി കൺസിസ്റ്റഡ് ഓഫ് മെനി പ്രോവിൻസസ് എന്നാണ്. അനേകം നാട്ടുരാജ്യങ്ങളായിരുന്നു നമ്മുടെ രാജ്യം. ബിഫോർ ഇൻഡിപെൻഡൻസ് അവർ കൺട്രി വാസ് ആൻ ഇൻഡസ്ട്രിയൽ വൺ. വ്യാവസായിക രാജ്യമെന്ന് വേണേ പറയാമായിരുന്നു നമ്മുടെ രാജ്യത്തെ. ബട്ട് വിത്ത് ദ അറൈവൽ ഓഫ് ഫോറിനേഴ്സ്, എസ്പെഷ്യലി Britain, exploited or plundered our vast resources. നമ്മുടെ ഈ അളവറ്റ സ്വത്ത് മീൻസ് വിഭവങ്ങൾ ബ്രിട്ടീഷുകാരൻ അത് കൊള്ളയടിച്ചു അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്തു. ഈ അളവറ്റ വിഭവങ്ങൾ തന്നെയാണ് വിദേശീയരെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചതും. അതിൽ മറ്റ് വിദേശീയരെയൊക്കെ ആട്ടിപ്പായിച്ചുകൊണ്ട് ബ്രിട്ടൻ ഏകദേശം 200 കൊല്ലം അവർ കൺട്രി, നമ്മുടെ രാജ്യം, നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ അവരടക്കി ഭരിച്ചു. അതിൻ്റെ ഭാഗമായി ഈ 200 കൊല്ലത്തെ ഭരണം our country became one of the colonies of Britain, that is the supplier of raw materials to the fast growing industries in Britain. ബ്രിട്ടനിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വ്യവസായങ്ങളെ തീറ്റിപ്പോറ്റുന്നതിനാവശ്യമായ ഫാക്ടറികൾക്ക് ആവശ്യമായ റാ മെറ്റീരിയൽസ്, അസംസ്കൃത വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാക്കി നമ്മളെ മാറ്റി. അവർ കൺട്രി വാസ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്.
സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നാം ഏറെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമായി അധപ്പതിച്ചു. അടുത്ത ക്ലാസ്സിൽ തുടരും. നിങ്ങൾ ഈ കേട്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, അത്യാവശ്യം ഒരു 3-4-5 കാര്യങ്ങൾ മാത്രം ഞാൻ ചില പേരുകളും ചില കാര്യങ്ങളും നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അത് നിങ്ങൾ ഒന്ന് മറിച്ച് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. വളരെ രസകരമായ ഫുൾ മാർക്ക് മേടിക്കാവുന്നൊരു വിഷയമാണ് സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, താങ്ക് യു.